പെട്ടെന്നായതിനാൽ ബ്രേക്ക് കിട്ടാതെ അത് വിക്രമിന്റെ കാറിൽ ചെന്നിടിച്ചു. ശ്യാം ആകെ പേടിച്ചു. അയ്യോ, ഈ എക്സ്പെൻസീവായ കാറിന് വല്ല പോറലുമേറ്റ ഞാൻ എവിടെ നിന്നെടുത്ത് നഷ്ടപരിഹാരം കൊടുക്കൂ? ഇതാരുടെ കാറാണാവോ? അത് കേട്ട ദീക്ഷ നിർവികാരയായി പറഞ്ഞു, അത് ദിയയുടെ ബോയ്ഫ്രണ്ടിന്റെയാ. അയാളെന്തിനാ നമ്മളെ ഓവർടേക്ക് ചെയ്യുന്നത്? ശ്യാം സംശയത്തോടുകൂടി കാറിന് നേരെ ദേഷ്യത്തിൽ നടന്നു വന്ന വിക്രമിനെ നോക്കി. വിക്രം കാറിന്റെ നേരെ കുതിച്ചു വന്നു. ദീക്ഷ ഇരുന്ന ഭാഗത്തെ ഡോറ് തുറന്ന് ഉച്ചത്തിൽ പറഞ്ഞു, ഇറങ്ങിപ്പോയി എന്റെ കാറിൽ കയറാൻ നോക്ക്. എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവാതെ ശ്യാം ദീക്ഷയെ നോക്കി. സാഹചര്യം കൂടുതൽ വഷളാക്കണ്ട എന്ന് കരുതി മറുത്തൊന്നും പറയാതെ ദീക്ഷ പതുക്കെ വിക്രമിന്റെ കാറിൽ ചെന്നിരുന്നു. കാറിൽ തിരിച്ചു വന്ന് കയറിയ ഉടനെ അയാൾ ദീക്ഷയോട് കയർത്തു. എന്താ ഇതൊക്കെ? വിവാഹം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ ഒരു അന്യപുരുഷനൊപ്പം കറങ്ങി നടക്കാൻ നാണാവുന്നില്ലേ നിനക്ക്? ഞാനെന്തിനു നാണിക്കണം? വിവാഹം കഴിഞ്ഞ അടുത്ത ദിവസം നിങ്ങൾക്കൊരു അന്യ സ്ത്രീയുടെ കൂടെ ചുറ്റിക്കറങ്ങാന്നുണ്ടെങ്കില് പിന്നെ എനിക്കെന്തുകൊണ്ടായിക്കൂടാ? ദീക്ഷ നിർവികാരയായി പറഞ്ഞു. നമ്മുടെ വിവാഹ ഉടമ്പടി പ്രകാരം ഞാനല്ലാതെ വേറെ ഒരാളുമായിട്ടും നിനക്കൊരു ബന്ധവും പാടില്ല, മനസ്സിലായോ? വിക്രം വീണ്ടും ദേഷ്യപ്പെട്ടു. സൈൻ ചെയ്യുന്നതിന് മുന്നേ ആ കരാറൊന്ന് വായിച്ചു നോക്കിയില്ലല്ലോ എന്നോർത്ത് അവൾക്ക് അവളോട് തന്നെ ദേഷ്യം തോന്നി. ഇനി വേറൊന്നും ചെയ്യാനില്ലെന്ന് മനസ്സിലാക്കി ദീക്ഷ ഒന്നും മിണ്ടാതെയിരുന്നു. വിക്രം ദീക്ഷയുമായി തന്റെ വീട്ടിലേക്ക് പോയി. വീടെത്തിക്കഴിഞ്ഞിട്ടും തിരിച്ച് വീൽചെയറിലേക്കും മുഖത്തിടുന്ന വൈരൂപ്യം നിറഞ്ഞ മാസ്കിലേക്കും കേറാതെ നിൽക്കുന്ന വിക്രമിനെ ദീക്ഷ പകപ്പോടെ തന്നെ നോക്കി. തിരിച്ചുള്ള അയാളുടെ അതിരൂക്ഷമായ നോട്ടത്തിൽ അതിനുള്ള ഉത്തരവും അവൾ കണ്ടെത്തി. ഇനി അയാൾ അവളിൽ നിന്നും എന്ത് മറയ്ക്കാൻ? മഠത്തിൽ വീട്ടിലെത്തിയ ദീക്ഷ മുറിയിലേക്ക് ചെന്നു. എന്നാൽ മധു മുറിക്കകത്ത് കയറാനാവാത്ത വിധം മുന്നിൽ വന്ന് നിന്നുകൊണ്ട് അവളെ തടഞ്ഞിട്ട് പറഞ്ഞു, ഈ മുറിക്കകത്തേക്ക് മാഡം കയറരുതെന്ന് സാറ് പറഞ്ഞിട്ടുണ്ട്. മധുവിന്റെ മട്ടും ഭാവവും കണ്ട് ദീക്ഷയ്ക്ക് ചിരി വന്നു. അവൾ പരിഹാസത്തോടെ ചോദിച്ചു, ശരി, കയറുന്നില്ല. ഇതുപോലുള്ളൊരു മുരടന്റെ കൂടെ റൂം ഷെയർ ചെയ്യാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. എനിക്കുള്ള റൂം നിങ്ങളൊന്ന് കാണിച്ചു തരാമോ? മധു ദീക്ഷയെ ഭംഗിയായി അലങ്കരിച്ച മറ്റൊരു വിശാലമായ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ അവളുടെ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. നല്ല ക്ഷീണമുണ്ടായിരുന്നതുകൊണ്ട് അവൾ ഒന്ന് കുളിച്ച് ഫ്രഷായി. ബാത്റൂമിൽ നിന്നും തിരിച്ചിറങ്ങിയപ്പോൾ മുന്നിലായി വിക്രം നിൽക്കുന്നു. ഒരിക്കൽ കൂടി അവർ പരസ്പരം അടുത്തു വന്നു. രണ്ടുപേരും പറഞ്ഞറിയിക്കാനാവാത്ത വിധം പരസ്പരം ആകൃഷ്ടരാകുന്നത് അവരിരുവരും തിരിച്ചറിയുന്നുണ്ടായിരുന്നു. എന്നാൽ ദീക്ഷ പതുക്കെ മുന്നോട്ട് നടക്കാൻ തുനിഞ്ഞു. പെട്ടെന്ന് തറയിലെ വെള്ളത്തിൽ കാൽ വഴുതി അവൾ വീഴാൻ പോയി. വിക്രം പെട്ടെന്ന് അവളെ തന്റെ കൈകളിൽ താങ്ങി. അവർ പരസ്പരം നോക്കി. ആ ഗന്ധം വീണ്ടും അവനെ മത്തുപിടിപ്പിക്കുന്നത് പോലെ അവന് തോന്നി. അവൻ അവളെ ചുംബിക്കാൻ എന്ന പോലെ അടുത്തേക്ക് പോയി. അവൾ കണ്ണടച്ചു. പെട്ടെന്ന് അവൻ അവനെ തന്നെ കൺട്രോൾ ചെയ്തു. അവളെ ബെഡിലേക്ക് തള്ളിയിട്ടു. ദീക്ഷ ഞെട്ടിപ്പോയി. നിന്റെ പിന്നാലെ നടക്കുന്ന മറ്റാണുങ്ങളെ പോലെ ഞാനൊന്നും നീ വിചാരിച്ചോ? എന്നെ അങ്ങനെ കൊടുക്കാനൊന്നും നോക്കണ്ട. അതും പറഞ്ഞ് വിക്രം അവിടെ നിന്നും പോയി. ദീക്ഷയ്ക്ക് ദേഷ്യം വന്നു. അവന് തിരിച്ചു മറുപടി കൊടുക്കണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ വെറും 100 ദിവസത്തെ ബന്ധം മാത്രം വെക്കാനുള്ള ഇയാളുമായിട്ട് ഞാൻ എന്തിനു തർക്കിക്കണം? വർഷങ്ങളോളം സ്വന്തം വീട്ടിൽ ദുരിത ജീവിതം നയിച്ച തനിക്ക് ഈ 100 ദിവസം ഈ വീട്ടിലെ താമസിക്കാനാണോ ബുദ്ധിമുട്ട്? അവള് കണ്ണടച്ചു കിടന്നു. അടുത്ത ദിവസം രാവിലെ ദീക്ഷ തന്റെ ഫ്രണ്ട് ശാലിനിയോടൊപ്പം അവിടുത്തെ ഏറ്റവും വലിയ ആഡംബര ഹോട്ടലായ ഹോട്ടൽ പേൾ വ്യൂവിലെത്തി. ദീക്ഷ ആദ്യമായിട്ടാണ് അങ്ങനൊരു ഹോട്ടലിൽ വരുന്നത്. നീ കൊണ്ടുവന്നില്ലായിരുന്നെങ്കില് ഇങ്ങനെയുള്ള ഹോട്ടലിലൊന്നും ഞാൻ കയറില്ലായിരുന്നടി. ദീക്ഷ ശാലിനിയെ നോക്കി നന്ദിയോടെ പറഞ്ഞു. ഇന്നെന്റെ പിറന്നാളാടി, അതുകൊണ്ട് തന്നെ ഡാഡിയുടെ കയ്യിൽ നിന്ന് നല്ല ക്യാഷ് കിട്ടിയിട്ടുണ്ട്. അതാ ഈ ട്രീറ്റ്. ശാലിനി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആ ഹോട്ടലിൽ സാമാന്യം നല്ല തിരക്കുണ്ടായിരുന്നു. അവർ അവിടെ ഒരു ടേബിളിന്റെ അടുത്തേക്ക് പോയി. ആ
അവിടെ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും മറുവശത്തായി തിരിഞ്ഞിരിപ്പുണ്ടായിരുന്നു. ശാലിനി അവരുടെ അടുത്തേക്ക് ചെന്നു. എക്സ്ക്യൂസ് മീ, ഈ ചെയറ് ഞാനൊന്ന് എടുത്തോട്ടെ? അവർ രണ്ടുപേരും തിരിഞ്ഞു നോക്കി. അപ്പോഴാണ് ദീക്ഷ അവരുടെ മുഖം കണ്ടത്. നിഖില, പ്രണവ്. അവളുടെ ചുണ്ടുകൾ മന്ത്രിച്ചു. ദീക്ഷയുടെ കസിൻ സിസ്റ്ററാണ് നിഖില. പ്രണവും ദീക്ഷയുമായിട്ടുള്ള വിവാഹം മുമ്പ് ഉറപ്പിച്ചതായിരുന്നു. അവൾ അവനെ അന്ധമായി വിശ്വസിച്ചു. എന്നാൽ വിവാഹത്തിന് കുറച്ചു ദിവസം മുമ്പ് നിഖിലയുമായിട്ടുള്ള പ്രണവിന്റെ പ്രണയം ദീക്ഷ കൈയോടെ പിടിച്ചു. അതോടുകൂടി ആ വിവാഹം മുടങ്ങി. പിന്നീട് ദീക്ഷ ഒരിക്കലും ഇവരെ കണ്ടിട്ടില്ലായിരുന്നു. താനെന്തിനാ ഇങ്ങനെ നോക്കുന്നെ? ഞങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം ഇവിടെ വരാറുള്ളതാ. നിന്നെ പോലുള്ളവരൊക്കെ എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടത്? നിഖില പരിഹാസത്തോടുകൂടെ ചോദിച്ചു. അത് കേട്ടതും ദീക്ഷയ്ക്ക് നല്ല ദേഷ്യം തോന്നി. അതൊക്കെ പോട്ടെ, മറ്റുള്ളവരെ ഉപേക്ഷിച്ചത് മാത്രം ഉപയോഗിക്കുന്ന നിന്റെ ഈ ശീലമുണ്ടല്ലോ, അത് നിനക്ക് ഇനിയും നിർത്താനായിട്ടില്ലല്ലേ? ദീക്ഷ അവരെ നോക്കി കളിയാക്കിക്കൊണ്ടു പറഞ്ഞു. എടീ, നിന്നെ ഞാൻ... നിഖില കൈ ഓങ്ങിക്കൊണ്ട് എഴുന്നേറ്റു. അവർ തമ്മിൽ അവിടെ ഒരു വാക്ക് തർക്കമുണ്ടായി. അത് കേട്ട് ഹോട്ടലിലെ മാനേജർ സുന്ദർ അങ്ങോട്ടേക്ക് വന്നു. മാഡം, എന്തേലും പ്രോബ്ലം? ഇത് ഞങ്ങള് റിസർവ് ചെയ്ത ടേബിളാ. ഇവരിവിടെ വന്ന് വെറുതെ ആവശ്യമില്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, നിഖില പറഞ്ഞു. മാഡം, ഇവര് ഞങ്ങളുടെ റെഗുലർ കസ്റ്റമേഴ്സാണ്. അവര് ഇവിടെ റിസർവ് ചെയ്ത് വെച്ചിട്ടുള്ള സീറ്റാ ഇത്. നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും ഇരിക്കാലോ, പ്ലീസ് മാഡം, സുന്ദർ ദീക്ഷയോടും ശാലിനിയോടുമായി പറഞ്ഞു. അതെന്താ, ഞങ്ങൾക്ക് ഇവരുടെ അടുത്തിരിക്കാൻ പാടില്ലേ? ഇവരാണ് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, ശാലിനി പറഞ്ഞു. റെഗുലർ കസ്റ്റമേഴ്സായ നിഖിലയെയും പ്രണവിനെയും പിണക്കേണ്ടെന്ന് സുന്ദർ വിചാരിച്ചു. സെക്യൂരിറ്റി! സുന്ദർ ഉറക്കെ വിളിച്ചു. സെക്യൂരിറ്റി ദീക്ഷയുടെ അടുത്തേക്ക് ഓടിയെത്തിയതും അവിടെ ഒരു ശബ്ദം കേട്ടു. എന്താ ഇവിടെ നടക്കുന്നത്? ഈ ശബ്ദം വിക്രമിന്റേതായിരുന്നു. സുന്ദരം സെക്യൂരിറ്റിയുമെല്ലാം വിക്രമിനെ കണ്ടയുടൻ നേരെ നിന്നുകൊണ്ട് അഭിവാദ്യം ചെയ്യാൻ തുടങ്ങി. അവരുടെ സംസാരം കേട്ട ദീക്ഷയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. ഈ റെസ്റ്റോറന്റ് വിക്രമിന്റേതാണെന്ന്. ദിയയും കൂടെയുണ്ടായിരുന്നു. ദിയയെ കണ്ടപ്പോൾ ദേഷ്യം തോന്നിയെങ്കിലും വിക്രമിനെ കണ്ടപ്പോൾ ദീക്ഷയ്ക്ക് ഒരാശ്വാസം തോന്നി. ശാലിനി വിക്രമിന്റെ അടുത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞു. കാര്യങ്ങൾ അറിഞ്ഞ വിക്രം സുന്ദറിനെ അടുത്തേക്ക് വിളിച്ചു. കസ്റ്റമേഴ്സിനോട് ഇങ്ങനെയാണോടോ പെരുമാറുന്നത്? സാർ, അത് പിന്നെ അവരിവിടുത്തെ സ്ഥിരം കസ്റ്റമേഴ്സാ. അവർക്കൊരു ബുദ്ധിമുട്ട് വന്നപ്പോ... സുന്ദർ പറഞ്ഞു നിർത്തി. വിക്രമിന് ദേഷ്യം വന്നു. ഇപ്പൊ പൊക്കോണം ഇവിടുന്ന്, നിന്നെവിടുന്ന് പിരിച്ചുവിട്ടിരിക്കുന്നു. സുന്ദർ ആകെ സങ്കടപ്പെട്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോയി. ഇത്രയൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ മിഥുൻ? നിഖിലയും എന്റെ സഹോദരി തന്നെയാ. എന്തിനാ അയാളെ പറഞ്ഞയച്ചത്? ദിയ പറഞ്ഞത് കേട്ട് വിക്രം ദേഷ്യത്തോടെ അവളെ നോക്കി. അവൾ പിന്നെ ഒന്നും സംസാരിക്കാനായി നിന്നില്ല. വിക്രം അവിടുത്തെ ഒരു സീനിയർ വെയിറ്ററെ അടുത്തേക്ക് വിളിച്ചു. ഇന്നു മുതല് നീ അവിടുത്തെ മാനേജർ. ഓർക്ക, ഇവിടുത്തെ നിയമങ്ങൾ എല്ലാവർക്കും തുല്യാണ്. ഏതെങ്കിലും സ്ഥിരം കസ്റ്റമർ ആണെങ്കിൽ പോലും അപമര്യാദയായിട്ട് പെരുമാറിയ അവരെ പുറത്താക്കുക. സീനിയർ വെയിറ്റർ സമ്മതിച്ചു. അയാളുടെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. അത് പറഞ്ഞ് വിക്രം അവിടെ നിന്നും പോയി. ദീക്ഷയ്ക്കും ശാലിനിക്കും ഒരുപാട് സന്തോഷം തോന്നി. പുതിയ മാനേജർ പറഞ്ഞത് പ്രകാരം നിഖിലയും പ്രണവും അവിടെ നിന്നും പോയി. ദീക്ഷയും ശാലിനിയും ഭക്ഷണം കഴിക്കാനിരുന്നു. ദീക്ഷ ഭക്ഷണം കഴിഞ്ഞെഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് ഒറ്റയ്ക്ക് നടന്നു. എന്നാൽ പ്രണവ് അവിടെ ഒളിച്ചു നിൽക്കുന്നത് ദീക്ഷ അറിഞ്ഞിരുന്നില്ല. അവൻ അവളെ ബലമായി കയറി പിടിച്ചു. അവൾ ആകെ ഷോക്കായി. പെട്ടെന്ന് പ്രണവിന്റെ മുഖത്ത് ആരോ ശക്തിയായി അടിച്ചു. അവൻ തറയിലേക്ക് വീണുപോയി. തന്നെ അടിച്ചതാരാണെന്നറിയാൻ അവൻ മെല്ലെ തല പൊക്കി നോക്കി. അത് വിക്രമായിരുന്നു. വിക്രം വീണ്ടും അവനെ ചവിട്ടാനായി കാലുയർത്തി. എന്നാൽ ദീക്ഷ അവനെ തടഞ്ഞു. ആ കിട്ടിയ അവസരം കൊണ്ട് പ്രണവ് ഓടി രക്ഷപ്പെട്ടു. അവന്റെ വായിൽ നിന്നെല്ലാം ചോര വരുന്നുണ്ടായിരുന്നു. ദീക്ഷ വിക്രമിനെ നോക്കി. വീണ്ടും തന്റെ ജീവൻ രക്ഷിച്ച അവനോട് നന്ദി പറയണോ എന്ന് അവൾ ഒരു നിമിഷം ആലോചിച്ചു. അപ്പോഴാണ് ദിയ അങ്ങോട്ടേക്ക് കയറി വന്നത്. നിനക്ക് നാണമില്ലേ എന്റെ മിഥുന്റെ കൂടെ നിൽക്കാൻ? ഞാൻ നിന്റെ ഭർത്താവിനോട് ഇതൊക്കെ പറയും.
മര്യാദയ്ക്ക് ഇവിടുന്ന് പോകുന്നതാ നിനക്ക് നല്ലത്. ദിയയുടെ സംസാരം ദീക്ഷയെ ദേഷ്യം പിടിപ്പിച്ചു. എന്നാലേ നിന്റെ ഫോണില് നീ ഇതും കൂടി റെക്കോർഡ് ചെയ്ത് അങ്ങോട്ടേക്കൊന്ന് അയച്ചു കൊടുത്തേക്ക്. അവൾ വിക്രമിന്റെ അടുത്തേക്ക് ചെന്ന് ദിയ ഇത് കണ്ട് ആകെ കണ്ണ് തള്ളി നിന്നു. ദിയയ്ക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെയായി. ഈ മിഥുൻ എന്താ അവളെ തടയാത്തത്? അവൾക്ക് ദേഷ്യവും സങ്കടവും വന്നു. മിഥുൻ! അവൾ മിഥുനെ ഉറക്കെ വിളിച്ചു. അവൻ ആകെ ഞെട്ടിപ്പോയി. ഒരു നിമിഷം എന്താണ് സംഭവിച്ചതെന്ന് പോലും അവൻ മറന്നുപോയി. ദീക്ഷയുടെ ആ ഗന്ധത്തിൽ മതിമറന്ന് അവൻ നിന്നുപോയിരുന്നു. എന്താ ഇവിടെ സംഭവിച്ചത്? ദിയ പെട്ടെന്ന് മിഥുനെ പിടിച്ചു വലിച്ചു. രൂക്ഷമായിട്ടൊന്ന് നോക്കിയ ശേഷം അവൾ അവനെ വലിച്ചുകൊണ്ട് അവിടെ നിന്നും പോയി. ദീക്ഷ അത് നോക്കി പുച്ഛഭാവത്തിൽ നിന്നു. ശാലിനി ഇതെല്ലാം കണ്ട് അവിടേക്ക് ഓടിവന്നു. ദീക്ഷ, എന്താ നീ ചെയ്തത്? നീ എന്തിനാ അവളുടെ കാമുകന് ഉമ്മ വയ്ക്കാൻ പോയത്? അവളെങ്ങാനും നിന്റെ ഭർത്താവിന് ഈ ഫോട്ടോസ് എടുത്ത് അയച്ചു കൊടുത്തിരുന്നെങ്കിലോ? ദീക്ഷ ഒന്ന് ചിരിച്ചു. ഭർത്താവ്? എന്റെ ഭർത്താവിന് തന്നെയാണ് ഞാൻ ചുംബിച്ചതെന്ന് ഇവൾക്കറിയില്ലല്ലോ, അവൾ ശാലിനിയോട് പറഞ്ഞു. നീ എന്താ ഈ പറയുന്നത് ദീക്ഷ? അതൊക്കെയുണ്ട്. എന്തായാലും നിന്റെ ബർത്ത്ഡേ പാർട്ടി കൊള്ളായല്ലേ? നമുക്ക് വേറൊരു ദിവസം ഒന്നുകൂടെ കൂടാം. നിനക്കിപ്പോ അതാ ചിന്ത. എന്തായാലും വാ, നമുക്ക് പോവാം. ശാലിനി അവളെയും കൂട്ടി പുറത്തേക്ക് പോയി. ശരി, എന്നാ നമുക്ക് പിന്നെ കാണാം. ഞാൻ പോട്ടെ. ശാലിനി ദീക്ഷയെ ഒന്ന് കെട്ടിപ്പിടിച്ചു. എന്നിട്ട് അവിടെ നിന്നും ഒരു ഓട്ടോയിൽ കയറിപ്പോയി. ദീക്ഷ അവിടുന്ന് മുമ്പോട്ട് നടന്നു. പെട്ടെന്നൊരു കാറ് വന്ന് അവളുടെ അടുത്ത് നിന്നു. അവള് പേടിച്ച് പുറകോട്ടു മാറി. അത് കൃഷ്ണകുമാർ ആയിരുന്നു. അയാൾ കാറിന്റെ ഡോറ് തുറന്നു. വാ, അകത്തേക്ക് കേറ്. അമ്മയെ കണ്ടു കിട്ടുന്നത് വരെ അച്ഛൻ പറയുന്നതെല്ലാം അനുസരിക്കേണ്ടി വരുമെന്ന് അവൾക്കറിയാമായിരുന്നു. അവൾ കാറിലേക്ക് കയറി. അയാൾ ഒരു ഭസ്മം നിറച്ച കലശം അവളെ കാണിച്ചു. അവൾ ഞെട്ടിപ്പോയി. അമ്മ! അവൾ പേടിച്ച് അച്ഛനെ നോക്കി. തൽക്കാലം ഇത് നിന്റെ അമ്മയല്ല. എന്നാ ഞാൻ പറയുന്നത് അനുസരിക്കാതിരുന്നാൽ നിന്റെ അമ്മയും ഇതുപോലെ ഒരു ചാരമായിട്ട് മാറും. അച്ഛൻ പറഞ്ഞത് കേട്ട് അവൾ പറഞ്ഞു. നിങ്ങൾ പറഞ്ഞത് കേട്ടിട്ടല്ലേ ഈ വിവാഹത്തിന് ഞാൻ സമ്മതിച്ചത് തന്നെ. നിങ്ങൾ പറയുന്ന എല്ലാ വ്യവസ്ഥകളും ഞാൻ അംഗീകരിക്കുകയും ചെയ്തു. ഇനി എന്താണ്? നിന്നെ ഉപദ്രവിച്ചവരെ കണ്ടുപിടിക്കാൻ നിന്റെ ഭർത്താവ് ഞങ്ങൾക്ക് 24 മണിക്കൂർ അനുവദിച്ചത്. പക്ഷേ ഞങ്ങൾ എത്ര ശ്രമിച്ചിട്ടും അതിന് സാധിച്ചില്ല. അവൻ പറഞ്ഞ 24 മണിക്കൂർ തീരാൻ പോവുകയാണ്. അവൻ ഞങ്ങളെ എന്തെങ്കിലും ചെയ്യുമെന്ന ഭയം ഞങ്ങൾക്കുണ്ട്. എന്തായാലും നിനക്കൊന്നും സംഭവിച്ചില്ലല്ലോ. അതുകൊണ്ട് നീ നിന്റെ ഭർത്താവിനോട് ഞങ്ങളെ ഒന്നും ചെയ്യരുതെന്ന് പറയണം. അല്ലെങ്കിൽ പിന്നീട് നീ നിന്റെ അമ്മയെ ഒരിക്കലും കാണില്ല. അച്ഛൻ പറഞ്ഞത് കേട്ട് അവൾ ആകെ ഭയന്നു. ശരിയാണ്, അദ്ദേഹം അങ്ങനെ പറഞ്ഞിരുന്നു. പക്ഷേ അമ്മയെ കണ്ടുകിട്ടാനുള്ള അവസാന വഴിയല്ലേ ഇത്? ഞാൻ സംസാരിച്ചോളാം. ഓക്കെ, ഞങ്ങള് പറഞ്ഞതനുസരിച്ചാ നിനക്ക് കൊള്ളാം. അല്ലെങ്കിൽ അറിയാലോ. അതും പറഞ്ഞ് അയാൾ അവളോട് കാറിൽ നിന്നിറങ്ങാൻ ആവശ്യപ്പെട്ടു. അമ്മയെ രക്ഷിക്കാൻ എന്തും ചെയ്യാൻ അവൾ തയ്യാറായിരുന്നു. ഈ ലോകത്ത് അവൾക്ക് സ്വന്തമെന്ന് പറയാൻ അമ്മ മാത്രമേയുള്ളൂ. എത്രയും പെട്ടെന്ന് വിക്രമിനെ കണ്ട് കാര്യങ്ങൾ സംസാരിക്കണം. അവൾ വേഗം വീട്ടിലേക്ക് പോയി. എന്നാൽ വിക്രം അവിടെ ഉണ്ടായിരുന്നില്ല. അവൾ അമ്മയുടെ അടുത്തേക്ക് പോയി. എന്താ മോളെ, നീ വല്ലാണ്ട് പേടിച്ച പോലെയുണ്ടല്ലോ, ഇന്ദ്രജ അവളോട് ചോദിച്ചു. ഒന്നുമില്ലമ്മേ, അത് പുറത്തുനിന്ന് കേറി വന്നതുകൊണ്ട് ക്ഷീണിച്ചതാണ്. അദ്ദേഹം എവിടെയില്ലേ? ഇവിടെയെങ്ങും കാണുന്നില്ലല്ലോ, അവൾ അമ്മയോട് ചോദിച്ചു. അവൻ പുറത്തു പോയിട്ട് പിന്നെ വന്നില്ലാലോ. നീ ഒന്ന് വിളിച്ചു നോക്ക്. ശരിയമ്മേ.
അവൾ അവിടെ നിന്നും വന്ന് വിക്രമിനെ വിളിക്കാനായി ഫോൺ എടുത്തു. അപ്പോഴാണ് അവൾ ആലോചിച്ചത്, വിവാഹം കഴിഞ്ഞിട്ട് 2 ദിവസമായെങ്കിലും അവളുടെ കയ്യിൽ വിക്രമിന്റെ ഫോൺ നമ്പർ ഉണ്ടായിരുന്നില്ല. ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.